അങ്ങനെ ഇന്നാണ് ഞാൻ ജോലിക്ക് കയറുന്ന ദിവസം. നമ്മൾ അന്ന് പോയ ഇൻ്റർവ്യൂ അല്ല കേട്ടോ, ഇതിനിടയ്ക്ക് വേറെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. അപ്പോൾ മറ്റേതിനേക്കാൾ ബെറ്റർ ഇതാണെന്ന് തോന്നിയപ്പോൾ ഞാൻ ഈ ജോലിക്ക് ജോയിൻ ചെയ്യാമെന്ന് തീരുമാനിച്ചു. ഇന്നാണ് നമ്മുടെ ഫസ്റ്റ് ഡേ എന്ന് പറയുന്നത്. അപ്പോൾ ഇതുവരെയുള്ള നമ്മുടെ ലേസ്നെസ്സൊക്കെ അവസാനിപ്പിച്ചിട്ട് നമ്മൾ ഉഷാറായിട്ട് ജോലി ചെയ്യേണ്ട സമയമായിരിക്കുന്നു. ഇത് കണ്ടില്ലേ, കുറച്ച് സമയം കിച്ചണിൽ നിൽക്കുമ്പോൾ ഇതാണ് അവസ്ഥ. വിയർത്തൊലിച്ച് പണ്ടാറടങ്ങും. അമ്മാതിരി ചൂടാണ് ഇവിടെ. എൻ്റെ ഇതുവരെയുള്ള വീഡിയോസിൽ നിന്ന് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. അപ്പോൾ നമ്മുടെ രാവിലത്തെ കുക്കിംഗ് പരിപാടിയെല്ലാം കഴിഞ്ഞു. പിന്നെ ഇത് നമ്മളെല്ലാവരും, പ്രത്യേകിച്ച് ലേഡീസ്, കഴിക്കേണ്ട ഒരു സാധനമാണ് ഒമേഗ 3 ക്യാപ്സ്യൂൾ. ഞാൻ എടുക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളെ ആയിട്ടുള്ളൂ. അപ്പോൾ ഇത് കണ്ടിന്യൂസ്ലി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട്. അത് ഞാൻ പറയേണ്ടതാണ്, നിങ്ങൾക്ക് അറിയാലോ അല്ലേ. അങ്ങനെ നമ്മൾ റെഡിയായി കഴിഞ്ഞിട്ട് ഇതാ പോകാനായിട്ട് ഡ്രസ്സൊക്കെ ചെയ്ത് കഴിഞ്ഞു. ആദ്യമേ കിച്ചണിലെ പരിപാടിയൊക്കെ തീർത്ത് മേലൊക്കെ കഴുകിയിട്ടാണ് നമ്മൾ റെഡി ആവണേ. പിന്നെ ഇവിടെ എന്തില്ലെങ്കിലും മസ്റ്റായിട്ട് വേണ്ട സാധനമാണ് സൺസ്ക്രീൻ. ഇതില്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കരിഞ്ഞുണങ്ങി പണ്ടാറടങ്ങും. ഇതിപ്പോൾ ഇതുണ്ടെങ്കിലും കരിയും, എന്നാലും കുറച്ചൊരു ആശ്വാസം ഉണ്ടാവും, അത്ര മാത്രമേ ഉള്ളൂ. അങ്ങനെ സൺസ്ക്രീനൊക്കെ പറഞ്ഞിട്ട് വേറെ വലിയ മേക്കപ്പ് ഒന്നുമില്ല. കാരണം ഫസ്റ്റ് ഇംപ്രഷൻ ഇസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്നാണ്. പക്ഷേ ഓൾറെഡി ഇൻ്റർവ്യൂവിന് പോയപ്പോൾ നമ്മൾ ലുക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേ ലുക്ക് തന്നെ മെയിൻറ്റെയിൻ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇൻ്റർവ്യൂവിനൊക്കെ പോകുന്ന സമയത്ത് ഞാൻ ആകെ നടന്നലഞ്ഞ് ക്ഷീണിച്ചിട്ടൊക്കെയാണ് പൊയ്ക്കൊണ്ടിരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഏകദേശം ഈ ഒരു ലുക്കൊക്കെ തന്നെയായിരുന്നു. പിന്നെ ലിപ്സ്റ്റിക്ക് നമുക്ക് മെയിനാണല്ലോ. ലിപ്സ്റ്റിക്ക് വിട്ടൊരു കളിയില്ല. വേറെ ഒരു കോസ്മെറ്റിക്സ് ഞാൻ യൂസ് ആക്കാറില്ല. പക്ഷേ ഇത് എനിക്ക് നിർബന്ധമാണ്. അത് ഒരു ഷെയ്ഡ് അതും ലിപ്സ്റ്റിക്ക് തന്നെയാണ്. പക്ഷെ ഞാൻ ലിപ്പ് ലൈനർ പോലെ അപ്ലൈ ചെയ്തിട്ട് കുറച്ചുകൂടി ലൈറ്റ് ഷെയ്ഡ് ഞാൻ ലിപ്സ്റ്റിക്ക് പോലെ അപ്ലൈ ചെയ്തിട്ട് രണ്ടും കൂടി അങ്ങ് ക്ലാഷ് ആക്കും. അതാണ് ഞാൻ പൊതുവേ ചെയ്യാറ്. ഇങ്ങനെ 2-3 ഷെയ്ഡായിട്ട് ഇടുമ്പോൾ നല്ല അടിപൊളി ഒരു ഷെയ്ഡ് കിട്ടും. അപ്പോൾ എനിക്കിത് എൻ്റെ ഫേസിന് മാച്ചാണ് ഈ ഷെയ്ഡെന്ന് തോന്നിയത് കൊണ്ട് ഞാൻ ഇതാണ് ചെയ്യുന്നത്. ഇതാകുമ്പോൾ ഒരുപാട് ഓവർ ആവത്തുമില്ല, എന്നാൽ അത്യാവശ്യം നല്ലൊരു ലുക്കും കിട്ടും. പിന്നെ ഒരു കുഞ്ഞൂക്ക് പൊട്ട് വയ്ക്കണമെന്നുണ്ടായിരുന്നു. എൻ്റെ പൊട്ട് സത്യം പറഞ്ഞാൽ എവിടെയാണെന്ന് കാണാനില്ല, മിസ്സിംഗ് ആണ്. ഞാൻ കൊണ്ടുവന്ന പെട്ടിയിലുണ്ടായിരുന്നു. വാച്ചെടുത്ത് കെട്ടാൻ നേരത്താണ് ആലോചിച്ചത് കയ്യിലും കാലിലും ഒക്കെ എന്തെങ്കിലുമൊക്കെ ക്രീം വരെ തേക്കണമല്ലോ എന്ന്. ഈ പാട് കണ്ടു, അന്ന് ഞാൻ ഗപ്പെടുത്ത പാടാണിത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു, വാച്ചൊക്കെ കെട്ടി. ഇനി അടുത്തത് നമ്മുടെ മുടി കെട്ടി വെക്കുക എന്നുള്ളതാണ്. വലിയ ആർഭാടമൊന്നുമില്ല. ഇങ്ങനെ പിരുത്തിട്ടുണ്ടൊക്കെ പോയി കഴിഞ്ഞാൽ ഒന്നാമത് ഞാൻ നടന്നാണ് പോകുന്നത്. എന്തായാലും ഈ ചെയ്യുന്ന കോലമൊക്കെ അവിടെ ചെല്ലുമ്പോൾ ഒരു പരിവാകുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. എന്നാലും ഒന്ന് കെട്ടി വയ്ക്കാമെന്ന് കരുതി ജസ്റ്റ് ഒന്ന് കെട്ടി വെച്ചിട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മൾ ഫസ്റ്റ് ജോലിക്ക് ജോയിൻ ചെയ്യാൻ പോകുന്ന ലുക്ക് എന്ന് പറയുന്നത്. വലിയ ആർഭാടമൊന്നും ഇല്ലാണ്ട് ഈ ഒരു ലുക്കിലാണ് പോകുന്നത്. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ച ഫുഡ് നമുക്ക് പാക്ക് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് എടുക്കാം. അങ്ങനെ ഞാൻ ചോറ് വെച്ചു. ഇനി ഓലൻ വരും, കാളൻ വരും, ഇതൊന്നും വരില്ല. ഒരു മുട്ട വരും, അത് കഴിയുമ്പോൾ ഒരു തോരൻ വരും. തോരനും വന്നു. ഇനി ഒരു അച്ചാറും കൂടി വരും. പിന്നെ എന്തോ ഒരു ഒഴിച്ചുകൂട്ടാനും വരും. സാമ്പാറാണെന്ന് തോന്നുന്നു. അതെ, സാമ്പാറാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ തന്നെ അടിപൊളിയാണ്. ഇത് കണ്ടില്ലേ, കുറച്ച് ബുദ്ധി കൂടിപ്പോയിൻ്റെ പ്രശ്നമാണ്. അടഞ്ഞോന്ന് അറിയാൻ വേണ്ടി ഒന്ന് ചരിച്ച് നോക്കിയതാണ്. കൈ ചെറുതായിട്ടൊന്ന് പൊള്ളി. പക്ഷെ നമുക്കത് നോക്കിക്കൊണ്ട് നിൽക്കാനുള്ള സമയമില്ലാത്തതുകൊണ്ട് കൈയെല്ലാം കഴുകി പാത്രം കഴുകി വെച്ചിട്ട് ഒന്ന് ഊതിക്കളഞ്ഞിട്ട് ഞാനങ്ങ് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇതാണ് ആഫ്റ്റർ ലോങ് ടൈമാണ് ഇങ്ങനെ ഞാനൊരു ഫുഡ് കഴിക്കുന്നത്. വീട്ടിലൊക്കെ സാധാരണ ഇങ്ങനെ ആവില്ലല്ലോ. പക്ഷേ ഇതൊരു ഇലയിൽ കൂടെ പോയി ഞാൻ എടുത്തിരുന്നെങ്കിൽ എന്ത് അടിപൊളിയായിരുന്നു അല്ലേ. പിന്നെ ഷാർജയിൽ ഇല കിട്ടാൻ പാടായത് കൊണ്ടും അത്രയ്ക്ക് ആർഭാടമൊന്നും വേണ്ടാത്തത് കൊണ്ടും അത് ഒഴിവാക്കി. ഇനിയിപ്പോൾ അടുത്ത സ്റ്റെപ്പാണ് നമ്മൾ ചപ്പലിടുക എന്നുള്ളത്. ചപ്പലല്ല, ഷൂ ആണ്. ഇത് കണ്ടില്ലേ, അലവേ മത്തിക്കറി കണക്കാണ് ആദ്യം ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ എനിക്ക് മനസ്സിലായി എനിക്ക് ഒട്ടും ബോധമില്ലാന്ന്. പിന്നെ ഞാൻ പോയി ഷൂ ഒക്കെ മാറ്റി നമ്മുടെ ബാഗൊക്കെ എടുത്തു. അപ്പോൾ നമുക്ക് പതിയെ റോഡിലേക്ക് ഇറങ്ങാം. ഇൻഷർട്ട് ചെയ്ത് വെച്ചിരുന്ന ഷർട്ടെല്ലാം പിന്നെയും വീണ്ടും നൂത്തിട്ടു. ഇതൊക്കെ അങ്ങനെ ചില ബ്രാൻഡുകളാണ്. നമുക്കിങ്ങനെ കുറേ ദൂരം നടക്കാനുണ്ട്. ഏകദേശം ഒരു 2.5 കിലോമീറ്റർ നടക്കാനുണ്ട്. അപ്പോൾ ഒരു 1/2 മണിക്കൂർ ആഞ്ഞ് വെച്ച് നടന്നാലാണ് നമുക്ക് ഓഫീസ് എത്താൻ പറ്റുക. പക്ഷേ ഇപ്പോൾ ഒരു ബസ് ഫീ ഒന്നും എന്നെക്കൊണ്ട് അഫോർഡ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ നടന്നു പോകാൻ തന്നെ വിചാരിച്ചു. അങ്ങനെ കൊടയൊക്കെ പിടിച്ച് നമ്മളിങ്ങനെ പയ്യെ സ്ഥലങ്ങളൊക്കെ കണ്ട് പതിയെ ഇങ്ങനെ നടക്കുകയാണ്. ഈ പോകുന്ന വഴിയിൽ കാണാനായിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങളുള്ളത് കൊണ്ട് ഇങ്ങനെ വായി നോക്കി പയ്യെ നടന്നങ്ങ് പോയി കഴിഞ്ഞാൽ നടക്കുന്ന ദൂരവും അറിയത്തില്ല, എന്നാൽ പെട്ടെന്ന് എത്തുകയും ചെയ്യും. നമുക്ക് എന്തുകൊണ്ടും ലാഭമാണ്. അങ്ങനെ നടന്നു പോയി. ഇതുപോലുള്ള പെഡസ്ട്രൽ ക്രോസിംഗ് വഴിയാണ് നമുക്ക് അപ്പുറം പോകാനായിട്ടുള്ളത്. അപ്പോൾ അത് എത്തുന്ന വരെ ഒരു സൈഡ് പിടിച്ച് തന്നെ പോവുക. ഇല്ലാന്നുണ്ടെങ്കിൽ പെറ്റി ഏത് വഴിക്ക് വരും എന്ന് അറിയാൻ പറ്റില്ല. ഇനി അവിടെ ചെല്ലുമ്പോൾ അവിടെ ഇങ്ങനെ വെയിറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും. അതിൽ നമ്മൾ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ അവിടെ ലൈറ്റ് എത്തും. കുറച്ച് സെക്കൻഡ് കഴിയുമ്പോൾ അല്ലെങ്കിൽ കുറച്ച് നേരം കഴിയുമ്പോഴേക്കും അവിടെ നമുക്ക് നടക്കാനുള്ള സിഗ്നൽ വന്നിട്ടുണ്ടാവും. അതിനുശേഷം മാത്രം ക്രോസ് ചെയ്യുക. ഇല്ലാന്നുണ്ടെങ്കിൽ വരുന്ന വരക്കത്തിനൊക്കെ ഒരു ഇടി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നോക്കണ്ട. അങ്ങനെ ഞാൻ ക്രോസ് ചെയ്തു, ഇറങ്ങി, നടന്നു. നല്ല വെയിലുണ്ടായിരുന്നു. കണ്ടില്ലേ, ഇത് രാവിലെ ഒരു 8 മണിയാണ്, 8:30 മണിയാണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ, അമ്മാതിരി വെയിലായിരുന്നു. 8:30 മണി ആകാറായിട്ടുണ്ട്. പിന്നെ ഞാൻ വഴിയെ കണ്ട പ്രാവിനെയും പട്ടിയും പൂച്ചയൊക്കെ കണ്ട് അതിനോടൊക്കെ വർത്താനം പറഞ്ഞൊക്കെ പോകുമ്പോൾ ഇത്രയൊക്കെ ലേറ്റാവും.
അങ്ങനെ ദൂരെ കാണുന്നതാണ് നമ്മുടെ ഓഫീസ്. അവിടെ എത്താൻ കുറച്ചേ ഉള്ളതെന്ന് തോന്നുമെങ്കിലും ഈ റോഡെല്ലാം ക്രോസ് ചെയ്തങ്ങ് എത്തുമ്പോൾ ഏകദേശം ഒരു സമയമായിട്ടുണ്ടാവും. കാരണം ഈ റോഡിലൊന്നും ഈ പറഞ്ഞ പെഡസ്ട്രിയൻ ലൈനൊന്നും ഇല്ല. ഇവിടെയൊക്കെ വണ്ടി വരുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് പയ്യെ നോക്കിയിട്ട് തന്നെ പോയേ പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനെയൊക്കെ പോകുമ്പോൾ നമ്മൾ കുറച്ച് ടൈം എടുക്കും. പിന്നെ ആകെയുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ റോഡിൽ ഇങ്ങനെ കാത്ത് ഒരുപാട് സമയം നിൽക്കണ്ട. അതിവിടെ ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ പ്രത്യേകതയാണ്. റോഡ് ക്രോസ് ചെയ്യാൻ ആൾ നിൽക്കണമെന്ന് കണ്ടു കഴിഞ്ഞാൽ അവരെന്തായാലും സ്ലോ ചെയ്ത് തരും. വണ്ടി ഓട്ടിക്കുന്ന ഒരു മലയാളി അല്ലെങ്കിൽ, മലയാളിയാണെങ്കിലും തരുമായിരിക്കും, പക്ഷേ കൂടുതലും ഞാൻ കണ്ടേക്കുന്നത് ബാക്കിയുള്ള രാജ്യക്കാരാണ്, അറബികളാണ് കൂടുതലും. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ലിഫ്റ്റിനകത്ത് കയറി അങ്ങനെ ഫൈനലി നമ്മൾ നമ്മുടെ ഓഫീസിലെത്തിയിരിക്കുകയാണ്. എന്താണ് ജോലി, എങ്ങനെയാണ് ജോലി, ഇതൊന്നും ഞാനിപ്പോൾ തൽക്കാലം ഡിസ്ക്ലോസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ ഇതാണ് എൻ്റെ ഓഫീസ്, ഇതാണ് എൻ്റെ ഇനി മുതൽ എൻ്റെ സാമ്രാജ്യം. അങ്ങനെ ഞാൻ വന്ന് 1 മാസമായപ്പോഴേക്കും എനിക്ക് ഇവിടെ ഒരു ജോലി ശരിയായിട്ടുണ്ട്. ഞാൻ ആ ജോലിക്ക് ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ.